നമസ്തേ, ഞാൻ ഡോക്ടർ അശ്വതി. പൊട്ടറ്റോ ഫ്രൈ കാർസിനോജനിക് ആണ്, ക്യാൻസർ കാരകമാണ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, റേഡിയോയിൽ കേട്ടിട്ടുണ്ടാവാം, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ടാവാം. എങ്ങനെയാണ് ഇത് കാർസിനോജനിക് ആവുന്നത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഈ പൊട്ടറ്റോ ഫ്രൈക്ക് വരുന്നത് എന്ന് വെച്ചാൽ, പൊട്ടറ്റോ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് 120°C മുകളിലാണ് അത് പാചകം ചെയ്യുന്നത്, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ സമയത്ത് അക്രിലാമൈഡ് എന്ന ഒരു വസ്തുവാണ് അവിടെ, കെമിക്കൽ വസ്തുവാണ് അവിടെ രൂപപ്പെടുന്നത്. അക്രിലാമൈഡ് എന്ന് പറഞ്ഞ വസ്തു കാർസിനോജനിക് ആണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആനിമൽസിലൊക്കെ അക്രിലാമൈഡിൻ്റെ അംശം ശരീരത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് കാർസിനോമ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് WHO നമ്മുടെ റിസർച്ചുകളും ഒക്കെ കൂടെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തത് ഈ അക്രിലാമൈഡ് എന്ന് പറഞ്ഞ വസ്തു ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ DNA ബോണ്ട് ചെയ്ത് ലിവറിൽ ഒരു പ്രത്യേകതരം എൻസൈം രൂപപ്പെടുകയും അത് കൃത്യമായ രീതിയിൽ പ്രോപ്പർ രീതിയിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ്ഡ് സെൽ ഗ്രോത്തിലേക്ക് നയിക്കുകയും സെൽ മൾട്ടിപ്ലിക്കേഷൻ വേണ്ടാത്ത രീതിയിൽ ഉണ്ടാവുകയും കാർസിനോമ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇത് വളരെ ലഘുവായിട്ട് പറഞ്ഞാണ്, ഒത്തിരി ഉണ്ട് ഇതിൽ പറയാനായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ പൊട്ടറ്റോ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ബ്രൗണിഷ് നിറത്തിലേക്ക് വരിക, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരിക, ബ്ലാക്കിഷ് നിറം വരിക, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് അവിടെ അക്രിലാമൈഡ് എന്ന രാസവസ്തു ഉണ്ടാകുന്നത്. അത് ഉള്ളിൽ ചെന്നാലാണ് നമുക്ക് ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവായി മാറുന്നത്. അപ്പോൾ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള പാകത്തിൽ നമ്മളതിനെ എടുക്കുക, എണ്ണയിൽ നിന്ന് എടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്ത് ആ ഒരു ഗോൾഡൻ യെല്ലോ, ഒരു ഇളം തവിട്ട് നിറം ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എടുക്കുക. വീണ്ടും ഉയർന്ന താപനിലയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അക്രിലാമൈഡ് മുമ്പ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ശരീരത്തിൽ ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കാർസിനോമ തന്നെ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ അക്രിലാമൈഡ് എങ്ങനെ ഉണ്ടാവുന്നു, ഏത് തരത്തിലാണത് ഉണ്ടാവുന്നത്? നമ്മുടെ പൊട്ടറ്റോയിലൊക്കെ സാധാരണ രീതിയിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡ്സും അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് ഷുഗറും കൂടെ ചേർന്നിട്ട് ഉയർന്ന താപനിലയിലൂടെ വരുമ്പോഴാണ് ഈ അക്രിലാമൈഡ് എന്ന് പറഞ്ഞ രാസവസ്തു പുറപ്പെടുവിക്കുന്നത്. അത് അക്രിലാമൈഡ് എന്ന് പറഞ്ഞ രാസവസ്തുവായി മാറുന്നു ആ സമയത്ത്. അങ്ങനെയാണ് അത് ഉള്ളിൽ ചെല്ലുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഷുഗേഴ്സും ഒക്കെ നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ, ഡീപ്പ് ഫ്രൈ ചെയ്ത് ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും അക്രിലാമൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീണ്ടും അതിനെപ്പറ്റി വിശദമായിട്ടുള്ള പഠനങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. അപ്ഡേറ്റുകൾ ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഒരു കാലത്തിൽ അതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ 3-4 കാര്യങ്ങളുണ്ട്. ഈ പൊട്ടറ്റോയിൽ ഫ്രൈ, ഇപ്പം ചില കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും പൊട്ടറ്റോ ഫ്രൈ വേണ്ടവരുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അതായിരിക്കാം. കൊച്ചു കുട്ടികൾ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഇത് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇളം തവിട്ട് നിറം ആകുമ്പോൾ തന്നെ കോരി മാറ്റിക്കൊള്ളുക. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്തിട്ടിരുന്നാൽ ഇതിൻ്റെ ഷുഗർ കണ്ടൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ ആ വെള്ളത്തിലോട്ടങ്ങ് പോകും. അപ്പോൾ ഈ ഷുഗറും താപവുമായി ചേരുമ്പോഴല്ലേ അക്രിലാമൈഡ് ഉണ്ടാകുന്നത്. അപ്പം ഷുഗർ കുറഞ്ഞ സാധനം ഫ്രൈ ചെയ്യുമ്പോൾ അക്രിലാമൈഡിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ നമ്മൾ ചിലപ്പോൾ പൊട്ടറ്റോ ഒക്കെ സ്ലൈസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടുത്തെ രാസപ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ഷുഗറിലേക്ക് തണുക്കുന്നതനുസരിച്ച് വീണ്ടും ഷുഗറിലേക്ക് മാറും. ആ ഷുഗറാണ് അക്രിലാമൈഡ് ആയത്. അപ്പോൾ കൂടുതൽ ഷുഗർ ഉള്ളപ്പോൾ കൂടുതൽ അക്രിലാമൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും ഈ രാസപദാർത്ഥം, അതായത് അക്രിലാമൈഡ് എന്ന രാസപദാർത്ഥം വീണ്ടും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം തണുപ്പിക്കാതിരിക്കുക, ഫ്രിഡ്ജിൽ വെച്ചൊക്കെ തണുപ്പിക്കാതിരിക്കുക.
അത്രയാണ് പറയേണ്ടത്. 3-5 കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീണ്ടും വീണ്ടും അപ്ഡേറ്റുകൾ ഇതിനെപ്പറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ അക്രിലാമൈഡ് ശരീരത്തിൽ ചെന്നാൽ ഏത് രീതിയിലാണ് വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഈ പ്രശ്നം, ഒരു മെക്കാനിസം ഉണ്ട്. അക്രിലാമൈഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു, നമ്മുടെ ഭക്ഷണമൊക്കെ ദഹിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ലിവറിലെ എൻസൈംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ത്രൂ ഫ്രൈഡ് ഫുഡ് നമ്മളുടെ വയറ്റിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ലിവറിലൊരു എൻസൈം ഉണ്ട്, CYZ1 എന്ന എൻസൈം ഉണ്ട്. അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലിസറാമൈഡ് എന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ കൺവേർട്ട് ചെയ്യുന്ന ഗ്ലിസറാമൈഡ് എന്ന് പറഞ്ഞ സാധനം DNA ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ DNA ഡാമേജ് സംഭവിക്കുകയും അവിടെ ബോഡി റിപ്പയർ മെക്കാനിസം കൃത്യമായിട്ട് മ്യൂട്ടേഷൻസ് പ്രോപ്പർലി നടന്നില്ല എന്നുണ്ടെങ്കിലാണ് അൺവാണ്ടഡ് സെൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇത് അതിൻ്റെ പത്തോജനിസിസ് ആണ്. അത് നിങ്ങൾ അറിയണമെന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻ കേസ് ആരെങ്കിലും മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ കേൾക്കുന്നെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്തോളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. എന്തുകൊണ്ടാണ് പൊട്ടറ്റോ ഫ്രൈ കാർസിനോജനിക് ആണ് എന്ന് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.